ശ്യാമപ്രസാദ്, നമ്മളിപ്പോൾ പറഞ്ഞത് പത്തനംതിട്ടയിൽ മഴ മുന്നറിയിപ്പ് കൃത്യമായ രീതിയിലായിരുന്നില്ല. നോക്കൂ, മുന്നൊരുക്കങ്ങൾ ഏകോപിപ്പിക്കപ്പെടാൻ താമസിച്ചു എന്നൊരു പരാതിയും ഉയർന്നു. നമ്മുടെ മുതലപ്പുഴയിൽ 2 പേർ വള്ളം മറിഞ്ഞ് കാണാതായിട്ട് 16.5 മണിക്കൂർ കഴിഞ്ഞാണ് ഒരു കപ്പലെത്തിയത്. വലിയ പ്രതിഷേധമാണ് അവിടുത്തുകാർ ഉയർത്തിയത്. ഇപ്പോഴും മുന്നൊരുക്ക സംവിധാനങ്ങൾ പാളിയെന്ന് വേണോ കരുതാൻ? തീർച്ചയായും കൃഷ്ണരാജ്, സംസ്ഥാനത്ത് നിലവിൽ അതിതീവ്ര മഴ നിലവിൽ ഈ മണിക്കൂറുകളിൽ കടന്നു പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു കാര്യം പ്രത്യേകിച്ച് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഈ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ പ്രതീക്ഷിച്ചിരുന്ന ദിവസങ്ങളായിരുന്നു വെള്ളി ശനി ദിവസങ്ങൾ. ഈ ദിവസങ്ങളിലെ മഴ മുന്നറിയിപ്പിൽ പ്രകടമായ മാറ്റം, അതായത് നിലവിൽ ഇന്നലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ച അലർട്ടുകളിൽ ഓറഞ്ച് അലർട്ടുകളും യെല്ലോ അലർട്ടുകളുമാണ് നിലനിന്നിരുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി അടക്കമുള്ള ജില്ലകളിലെല്ലാം തന്നെ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു. എന്നാൽ ഓറഞ്ച് അലർട്ടിന് ശേഷം രാത്രി 11 മണിയോടുകൂടി തന്നെ നിലവിൽ തൽസ്ഥിതി വിവരങ്ങളിലോടുകൂടി അതിതീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പുണ്ടെന്നുള്ളൊരു സാഹചര്യം വരുന്നു. എന്നാൽ ഇത് ജില്ലകളിലേക്ക് രാവിലെ 7 മണിയോടുകൂടി വരുമ്പോഴേക്കാണ് റെഡ് അലർട്ട് മുന്നറിയിപ്പ് വരുന്നത്. അപ്പോഴേക്കും മഴ പല ജില്ലകളിലും ശക്തമായി കഴിഞ്ഞിരിക്കുന്നു. രാവിലെ പല ആളുകളുമെല്ലാം തന്നെ മിക്ക ജില്ലകളിലുമെല്ലാം തന്നെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കുമാണ് ഇത്തരത്തിലൊരു പ്രളയ സമാനമായ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അതിതീവ്ര മഴയുടെ കെടുതികളിലേക്ക് അവർ അനുഭവിക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെ തുടക്കം മുതൽ തന്നെ നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മുന്നറിയിപ്പുകളും എല്ലാം തന്നെ നൽകിയിരുന്നു. ആ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് തന്നെ അമ്പേ പാളിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുണ്ടാകുകയും ചെയ്തത്. അതായത് നിലവിൽ ഈ മുന്നറിയിപ്പുകളെല്ലാം തന്നെ നിലവിൽ ഇത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് പുറമെ മറ്റ് സ്വകാര്യ ഏജൻസികളും അതാത് തൽസ്ഥിതി റിപ്പോർട്ടുകളെല്ലാം തന്നെ നൽകിയിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നൊരുക്കങ്ങൾ പോലും നടത്താതെയാണ് മുന്നോട്ട് പോവുകയും ചെയ്ത പല റഡാർ സ്റ്റേഷനുകളും KSTD റഡാർ സ്റ്റേഷനുകളിലടക്കം നിലവിൽ വന്നിരുന്ന സൂചനകളെല്ലാം തന്നെ അതിതീവ്ര മഴയുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രത്യേകിച്ച് വെള്ളി ശനി ദിവസങ്ങളിൽ ഈ മുന്നറിയിപ്പ് അതിതീവ്ര മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പുകളെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഒരു മുന്നൊരുക്കവും നടത്താതെ ഇത്തരത്തിൽ പ്രളയ സമാനമായ സാഹചര്യത്തിലേക്ക് നമുക്ക് പോകേണ്ടി വന്നത്. നമുക്കറിയാം, പ്രധാനമായും പത്തനംതിട്ട അടക്കമുള്ള റാന്നി അടക്കമുള്ള മേഖലകൾ 2018 തന്നെ വലിയൊരു രൂക്ഷമായ മഴക്കെടുതിയും പ്രളയ സമാനം നേരിട്ടൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടങ്ങളിലെല്ലാം തന്നെ നിലനിൽക്കുമ്പോൾ ഇന്ന് രാവിലെയോടുകൂടി തന്നെയാണ് ആ ജില്ലയിൽ പോലും ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. ഇന്നലെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുമ്പോഴും ഓറഞ്ച് അലർട്ട് എന്ന് പറഞ്ഞാൽ ക്വിക്ക് ആക്ഷൻ അല്ലെങ്കിൽ ആക്ഷനിലേക്ക് കടക്കണം എന്ന് തന്നെയാണ്. പക്ഷേ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചപ്പോൾ പോലും തന്നെ അത്തരത്തിലൊരു ആക്ഷനിലേക്ക് പോകാൻ തന്നെ ജില്ലാ ഭരണകൂടം, പത്തനംതിട്ടയിലെ ജില്ലാ ഭരണകൂടം തന്നെ, പത്തനംതിട്ടയിൽ മാത്രമല്ല ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചുള്ള ജില്ലകളിലൊന്നും തന്നെ ഇത് നടന്നിട്ടില്ല എന്ന് തന്നെ വ്യക്തമാണ്. അതുതന്നെയാണ് ഈ ഒരു രൂക്ഷമായ കെടുതിയിലേക്ക് പോകാൻ തന്നെ മഴക്കെടുതിയിലേക്ക് പോകാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമെന്ന്. അതോടൊപ്പം തന്നെ സ്വകാര്യ ഏജൻസി നൽകിയ റിപ്പോർട്ടുകൾ പോലും അവഗണിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും നിലവിൽ ഇത്തരത്തിലുള്ള മഴക്കെടുതിയിൽ രൂക്ഷമായ വിമർശനം ഉണ്ടാകുമ്പോൾ മുന്നൊരുക്കങ്ങളും മുന്നറിയിപ്പുകളും എല്ലാം തന്നെ പാടിയിരിക്കുന്നത് വലിയ ചോദ്യമാണ് തന്നെ ഉയർത്തുന്നത്. ഒപ്പം ഇത് വലിയ പഠന വിഷയമാക്കേണ്ടതും ഒപ്പം തന്നെ ഇത് മറുപടി പറയാൻ തന്നെ ഈ ബന്ധപ്പെട്ട ഏജൻസികൾ, KSTD ഉൾപ്പെടെയുള്ള ഏജൻസികളും ഇതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരുമാണ്. ഇനി കൃഷ്ണരാജ് സൂചിപ്പിച്ച മറ്റൊരു കാര്യം, പ്രധാനമായും ഇന്ന് രൂക്ഷമായി തീരദേശ പ്രദേശത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, അതായത് മഴക്കെടുതിക്കും അപ്പുറം മറ്റ് പ്രതികൂല കാലാവസ്ഥ ഉണ്ടായാൽ പോലും ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് മുതലപ്പുഴയിലേക്ക് നിലവിൽ ഇവിടെ നിന്ന് കടലിലേക്ക് പോകുന്ന യാനങ്ങൾ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. പ്രധാനമായും ഇവിടങ്ങളിൽ കാലാകാലങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ റോഡ് ഉപരോധമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. 20 പേരുടെ മുകളിലേക്കാണ് ഇവിടെ പല ഘട്ടങ്ങളിലായി മത്സ്യബന്ധന യാനങ്ങൾ തകർന്ന് ഈ പുലിമുട്ടിൽ ഇടിച്ചുണ്ടായ അപകടങ്ങളിൽപ്പെട്ട് ജീവൻ നഷ്ടമായ ഒരു സാഹചര്യം. അപ്പോഴെല്ലാം തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ റോഡ് ഉപരോധവുമായി രംഗത്തെത്തിയിരുന്നു. അന്നും അവർക്ക് ഉറപ്പ് നൽകിയിരുന്ന ട്രെഡ്ജർ അടക്കമുള്ള മണ്ണ് മാറ്റുന്ന അടക്കമുള്ള സംവിധാനങ്ങൾ നൽകാമെന്നായിരുന്നു. എന്നാൽ ആ ഉറപ്പും പ്രതികൂല കാലാവസ്ഥയിൽ ഇപ്പോഴും ഈ അതിതീവ്ര മഴ നിലനിൽക്കുന്ന ജില്ലയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇത്തരത്തിൽ അങ്ങനെ ഒരു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാത്തതിൻ്റെ പ്രവർത്തനമാണ് ഇന്ന് മത്സ്യത്തൊഴിലാളികളെല്ലാം തന്നെ റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം വന്നത്. 2 മത്സ്യത്തൊഴിലാളികളെ കാണാതാവുകയും ചെയ്തു. അവർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോഴും ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ തീരദേശത്തേക്ക് മുതലപ്പുഴയിലേക്ക് വരുമ്പോഴേക്കും നിലവിലെ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി.